Welcome to the third episode of Milestone Mummies. We are going to lesson 2 application of relational operators. കൂട്ടരെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. നോക്കുക, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ. സ്ക്രാച്ച് ഒരു അനിമേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. കുട്ടികൾക്ക് അനിമേഷനും ഗെയിമും ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റ് scratch.mit.edu എന്നുള്ള സൈറ്റിൽ പോയാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഈ സ്ക്രാച്ച് സോഫ്റ്റ്വെയറിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, അനിമേറ്റഡ് ക്യാരക്ടർ. ഡീഫോൾട്ട് ആയിട്ട് ഇത് ക്യാറ്റ് ആണ്. ഇതിന് പകരം നമുക്ക് വേറെ ഏത് ക്യാരക്ടേഴ്സിനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റ് സോഫ്റ്റ്വെയർസിനെ പോലെ തന്നെ ഈ സ്ക്രാച്ച് സോഫ്റ്റ്വെയറിന് മെനു ബാറും ടൂൾ ബാർസും ഒക്കെ ഉണ്ട്. ഇതിലെ മെനു ബാർസിലെ ലെഫ്റ്റ് സൈഡ് പോർഷൻ ആണ് പ്രോഗ്രാം കോഡ് എഴുതാനുള്ള ബ്ലോക്സ് കിടക്കുന്ന മെനു. ദിസ് മെനു ഈസ് നോൺ ആസ് ബ്ലോക്ക് പാലറ്റ് മെനു. സെൻട്രൽ പാർട്ട് ഈസ് എംപ്റ്റി. ദിസ് ഇസ് ദി ഏരിയ വെയർ വി ആർ ടൈപ്പിംഗ് പ്രോഗ്രാം എഴുതുന്ന ഏരിയ ആണിത്, പ്രോഗ്രാം കോഡ് എഴുതുന്നത്. റൈറ്റ് സൈഡ് പാർട്ടിൽ നമ്മൾ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ കാണും. ഈ ക്യാരക്ടർ ആണ് നമുക്ക് ഔട്ട്പുട്ട് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്ക്രീൻ നമുക്കൊരു ഫ്ലാഗ് കാണും. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാറ്റ് 10 സ്റ്റെപ്സ് മൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് ബ്ലോക്ക് പാലറ്റ് മെനു. ഇവിടെ മോഷൻ എന്നുള്ള ഒരു ബ്ലോക്ക് കിടക്കുന്നുണ്ടോ? ഇത് ക്യാറ്റിന്റെ മൂവ്മെന്റിനുള്ളതാണ്. ഇപ്പം ആക്റ്റീവായി കിടക്കുന്ന ലുക്സ് ആണ്. അതായത് ഈ ക്യാറ്റിന് എന്തെങ്കിലും ഡയലോഗ് പ്രസന്റ് ചെയ്യണമെങ്കിലോ അതിന്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെങ്കിലോ ഒക്കെ അത് യൂസ് ചെയ്യുന്നു. പിന്നെ സൗണ്ട് ഉണ്ട്, ലൈക്ക് ദാറ്റ്. ഇവന്റ്സ്, കൺട്രോൾ, സെൻസിങ്, ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ ഡിഫറെന്റ് ബ്ലോക്സ് ആണ്. അതിൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പഠിച്ച റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവന്റ്സിനകത്ത് നമ്മൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാനൊക്കെയുള്ള കോഡാണ് വരുന്നത്, ബ്ലോക്കാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത്രയുമാണ് സ്ക്രാച്ച് സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ. കുട്ടികൾക്ക് ഇത് ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോഗ്രാം കോഡ് നോക്കൂ. വെൻ ഫ്ലാഗ് ക്ലിക്ക് if 60 greater than 50 then say hello. ഇതൊരു പ്രോഗ്രാം കോഡാണ്. ഇതിൽ വെൻ ഫ്ലാഗ് ക്ലിക്ക് എന്നുള്ളത് ബ്ലോക്ക് പാലറ്റ് മെനുവിലെ ഇവന്റ്സ് എന്നുള്ള ബ്ലോക്കിൽ കിട്ടുന്നു. പിന്നെ ഈഫ് എന്നുള്ളത് അതിലെ കൺട്രോൾസ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നതാണ്. ഈഫിനകത്ത് ചെക്ക് ചെയ്യുന്നത് 2 വേരിയബിൾ 60 greater than 50. ഇതാണ് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ആപ്ലിക്കേഷൻ. കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കും. ട്രൂ ആണെങ്കിൽ മാത്രം ഈ ക്യാറ്റ് ഹലോ എന്ന് സ്റ്റേജിൽ പ്രിന്റ് ചെയ്തത് ഞാൻ അതിന്റെ ഔട്ട്പുട്ടായിട്ട് ഇവിടെ സ്ക്രീൻ കാണിക്കാം. നിങ്ങളിത് ചെയ്ത് നോക്കണം. ഞാനിത് ചെയ്ത് നോക്കിയത് കാണിച്ചിട്ടില്ല, ജസ്റ്റ് അതിന്റെ ഒരു ഫോട്ടോ മാത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികളെല്ലാവരും ചെയ്ത് നോക്കുക. അതായത് ഈ കോഡ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അനിമേറ്റഡ് ക്യാരക്ടർ ക്യാറ്റ് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആപ്ലിക്കേഷൻ. സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് C++ലെ ഒരു കോഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കിയേ, റിലേഷണൽ ഓപ്പറേറ്ററിന്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ. ഇവിടെ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഡിക്ലെയർ ചെയ്ത വേരിയബിളിൽ എക്സിൽ 20 എന്നും വൈയിൽ 18 എന്ന വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൺട്രോൾ സ്ട്രക്ചർ ആയ if വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. if x greater than y, ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ x is greater than y എന്ന മെസ്സേജ് ആയിരിക്കും C++ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുക. ഇതിനകത്ത് ഔട്ട്പുട്ട് വരുന്നത് x is greater than y എന്നുള്ള ആ ഔട്ട്പുട്ട് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ആവത്തുള്ളൂ. x is greater than y. ഈ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എക്സ് വൈനെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യത്തില്ല. കുട്ടികളെ, ഇന്നത്തെ ഹോംവർക്ക് നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് ദീസ് ഓപ്പറേറ്റേഴ്സ് വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് റിലേഷണൽ ഓപ്പറേറ്റർ. ഈ തന്നിരിക്കുന്ന കോഡ്സിൽ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഏതാണ് റിലേഷണൽ ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ അല്ലാത്തത് എന്നതാണ് ഹോംവർക്ക്. ഹോംവർക്ക്സ് എല്ലാവരും പോസ്റ്റ് ചെയ്തത് കണ്ടു. അപ്പോൾ അതിൻ്റെ ആൻസർ ഇന്നത്തെ ക്ലാസ്സിൽ കമൻ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ
കൂടുതൽ ക്ലാസ്സുകൾക്കായി മൈൽ സ്റ്റോൺ മമ്മീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ട് തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൻ കുഞ്ഞു തുമ്പികൾ.